ഫെബ്രുവരി 14 പ്രണയിക്കുന്നവയുടെ ദിവസമാണ്. വാലന്റൈൻസ് ഡേ കൂടുതൽ അനശ്വരമാക്കാൻ പങ്കാളിക്ക് ദി പെർഫെക്റ്റ് ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. ഈ ദിവസം മാർക്കറ്റിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് ചോക്ലേറ്റും റെഡ് റോസുമാണ്. പ്രണയം ആഘോഷിക്കുന്നവരുടെ പ്രതീകമായി ഈ ചുവന്ന റോസാപ്പൂ എങ്ങനെ മാറിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 35 ദശലക്ഷം വർഷം പഴക്കമുള്ള പുഷ്പമാണ് റോസ്. ഇത്രയും പഴക്കമുള്ള റോസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുമുണ്ട്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് ചുവന്ന റോസിൻ്റെ ഉത്ഭവം ആഫ്രഡൈറ്റായി ബന്ധപ്പെടുന്നു. ആഫ്രഡൈറ്റ് പ്രണയത്തിൻ്റെ ദേവതയാണ്. ആഫ്രഡൈറ്റിൻ്റെ കാമുകനായിരുന്ന അഡോണിസിനെ കൊല്ലാനൊരു ഗൂഢാലോചന നടക്കുന്നു. അതറിഞ്ഞ ആഫ്രഡൈറ്റ് തൻ്റെ കാമുകന് മുന്നറിയിപ്പ് നൽകാൻ പോകുന്ന വഴിയിൽ ഒരു റോസ് ബുഷിൻ്റെ മുള്ള് കൊണ്ട് അവരുടെ കാല് മുറിയുന്നു. അങ്ങനെ ആ വെള്ള റോസാപ്പൂക്കളുടെ ഇതളുകൾ ആഫ്രഡൈറ്റിൻ്റെ രക്തത്താൽ ചുവക്കുന്നു. ഇത് ഒരു കഥ. പൂക്കളുടെ ദേവതയായ ക്ലോറിസ് കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ജീവനില്ലാത്ത ഒരു അപ്സര സ്ത്രീയെ കണ്ടു. ആ കാഴ്ച കണ്ട് വിഷമം തോന്നിയ ക്ലോറിസ് അവരെ അതിമനോഹരമായ ഒരു പുഷ്പമാക്കി മാറ്റി. ആ പൂവ് പൂക്കളുടെ രാജ്ഞിയായി അറിയപ്പെട്ടു. ആഫ്രഡൈറ്റ് തന്നെയാണ് പൂവിന് റോസ് എന്ന പേര് നൽകിയത്. തൻ്റെ മകൻ എറോസിൻ്റെ പേരിൽ നിന്നാണ് റോസ് എന്ന പേരിട്ടതും. ഇത് മറ്റൊരു കഥ. റോമൻ കാലഘട്ടങ്ങളിൽ രഹസ്യം എന്നൊരർത്ഥവും റോസുമായി ബന്ധിപ്പിച്ചിരുന്നു. റോമൻ ആർക്കിടെക്ചർ എടുത്തു നോക്കിയാൽ പല സീലിങ്ങുകളിലും റോസാപ്പൂക്കൾ പെയിന്റ് ചെയ്തിരിക്കുന്നതായോ കുത്തിവെച്ചിരിക്കുന്നതായോ കാണാൻ സാധിക്കും. ആ സീലിങ്ങിന് താഴെ നിന്ന് എന്ത് പറഞ്ഞാലും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നൊരർത്ഥമാണ് റോസാപ്പൂക്കൾ സൂചിപ്പിക്കുന്നത്. ഗ്രീക്ക്, റോമൻ മിത്തോളജികളിൽ മാത്രമല്ല ഇത്തരം കഥകളുള്ളത്. റോസും പ്രണയവും ബന്ധിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുടെ കഥയുമുണ്ട്. വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ എഴുത്തുകാരിയും കവിയുമൊക്കെ ആയിരുന്ന ലേഡി മേരി വോട്ട്ലി മോണ്ടഗ്യൂ പൂക്കൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ ഒരു വഴി കണ്ടുപിടിച്ചു. ടർക്കിഷ് ഫ്ലവർ ലാംഗ്വേജ് അനുസരിച്ച് അവർ എല്ലാ പൂക്കൾക്കും ഒരു സിംബോളിക് മീനിങ് നൽകി. ഭർത്താവിനൊപ്പം വിദേശത്ത് താമസിച്ചിരുന്ന അവർ വീട്ടിലേക്ക് രഹസ്യമായി അയച്ച കത്തുകളിൽ ഈ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ മോണ്ടഗ്യൂ ടർക്കിഷ് ആചാരം മനസ്സിലാക്കിയത് തെറ്റായിട്ടായിരുന്നു. ശരിക്കും പുഷ്പങ്ങൾക്ക് സിംബോളിക്കായി അർത്ഥമൊന്നുമില്ല. പകരം ഫ്ലവർ ലാംഗ്വേജ് അനുസരിച്ച് വസ്തുവിൻ്റെ പേരുമായി റൈം ചെയ്യുന്ന വാക്കുകളുമായാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോണ്ടഗ്യൂവിൻ്റേത് ഒരു തെറ്റിദ്ധാരണയായിരുന്നുവെങ്കിലും ഇപ്പോഴും പ്രണയത്തിൻ്റെ പ്രതീകമായി റോസിനെ കണക്കാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റെഡ് റോസിനെ. റോസിൻ്റെ ഓരോ നിറവും പ്രതീകപ്പെടുത്തുന്നത് ഓരോ വികാരങ്ങളെയാണ്. വിക്ടോറിയൻ ഇറയിൽ തുടങ്ങിയ ഈ സിംബോളിസം ഇന്നും നമ്മൾ വിശ്വസിക്കുന്നു. റെഡ് റോസ് പ്രണയത്തിൻ്റെ സിംബലാണെന്ന് നമുക്കറിയാം. അതുപോലെ യെല്ലോ റോസ് സൗഹൃദത്തിൻ്റെയും, ഓറഞ്ച് റോസ് ആഗ്രഹങ്ങളുടെയും, പിങ്ക് റോസ് നന്ദിയുടെയും പ്രതീകമാണ്. പരിശുദ്ധി, നിഷ്കളങ്കത, വിശ്വസ്തത, പുതിയ തുടക്കങ്ങൾ തുടങ്ങിയവയാണ് വൈറ്റ് റോസ് സൂചിപ്പിക്കുന്നത്.